നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജീവ് മേനോനുമായിട്ടുള്ള കല്യാണ ദിവസം പെണ്ണിന്റെ ജാതകദോഷം കൊണ്ട് വരൻ ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്നുള്ള ചീത്തപ്പേരും. തന്നെയുമല്ല, രാജീവ് മേനോന്റെ കുട്ടിയുടെ ബാധ്യത ഏറ്റെടുത്തില്ലേ? ഇപ്പൊ കെട്ടാൻ പോകുന്ന പയ്യന് പെണ്ണിനൊപ്പം ഒരു കുഞ്ഞെന്ന ബാധ്യതയും. പെണ്ണ് കാണാൻ വരുന്നവരെ വരുന്നതിന്റെ ഇരട്ടി സ്പീഡിൽ തന്നെ തിരിച്ചു പോകും. പിന്നെന്തിനാടി നടക്കാത്ത കാര്യത്തിന് വേണ്ടി മെനക്കെട്ട് ഞാൻ എന്റെ സമയം കളയുന്നത്? എന്നാലും പ്രകാശേട്ടാ, ഒരെന്നാലും ഇല്ല. ഇന്നേ കോടതിയില് കേസ് കൂടുതലുള്ള ദിവസമാണ്. ധാരാളം തൊട്ട് കിട്ടുന്ന ദിവസം. അതെല്ലാം കളഞ്ഞ് ഞാനിവിടെ നിന്നാലേ ഞാൻ കണക്കൂട്ടി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും തീരും. നീ പോയി ഫുഡ് പാക്ക് ചെയ്ത് വെക്കേണ്ട പോരെ. ചെല്ലു. മനോജ്, ഇത് ശരിയല്ല. എന്ത് ശരിയല്ലെന്ന്? എന്റെ ഹരിമോളെ, വന്ദനേച്ചിക്ക് ഇപ്പൊ വരുന്ന ഈ കല്യാണാലോചന നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോ നടക്കാത്ത കല്യാണത്തിന് സമയം പാഴാക്കുന്നത് ബുദ്ധിമോശമല്ലേ? ദേ, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം സമയമാണ് ഏറ്റവും പ്രധാനം. സമയം പാഴാക്കിയ പിന്നീട് ഒരിക്കലും അത് തിരികെ വരില്ല. അതുപോലെയാണോ വന്ദനേച്ചിയുടെ കാര്യം? വന്ദനേച്ചിക്ക് എന്താ കൊമ്പുണ്ടോ? വന്ദനേച്ചിക്ക് ഇനിയും നിറയെ കല്യാണാലോചനകൾ വരികയും ചെയ്യും, അതൊക്കെ മുടങ്ങുകയും ചെയ്യും. അച്ഛൻ മുമ്പ് ജോത്സ്യരെ കണ്ട് പലതവണ കബഡി നടത്തിച്ച് നോക്കിയതാ. വന്ദനേച്ചിയുടെ ജാതകത്തില് വിവാഹ ഭാഗ്യമില്ല. ഇനി അഥവാ അതിന് മുതിർന്നാലും കെട്ടുന്നയാള് അല്ലെങ്കിൽ കെട്ടാൻ പോകുന്നയാള് മരിച്ചിരിക്കും. നിനക്കറിയാലോ, മുമ്പ് കല്യാണത്തിന്റെ വക്കോളം എത്തിയതല്ലേ. 2 മണിക്കൂറുടെ കഴിഞ്ഞിരുന്നെങ്കിൽ കല്യാണം. പക്ഷെ എന്താ സംഭവിച്ചത്? മരണം ആ രാജീവിനെ കാർന്നു തിന്നില്ലേ? ഇപ്പൊ വരാൻ പോകുന്ന കല്യാണാലോചനയും നടക്കില്ല. അവര് വരുമെന്ന് കരുതി ഞാനിവിടെ നിന്നാലേ ബിസിനസിനായി ഞാൻ മുടക്കിയ പണം മുഴുവൻ പാഴായി പോകും. എനിക്കിപ്പോ വലുതെന്റെ ബിസിനസ്സാ, ബിസിനസ്. ഇനി അഥവാ കല്യാണാലോചന വന്നാലും നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നങ്ങ് ഫിക്സ് ചെയ്യുക. പാവ ആ പയ്യൻ, അവന്റെ വിധി മരണമായിരിക്കും. മരണം. അതൊക്കെ പോട്ടെ, ഞാൻ പോയിട്ട് വരാം കേട്ടോ. നീ പോവാണോ? അപ്പൊ നീ വന്ദനയുടെ പെണ്ണ് കാണൽ ചടങ്ങിൽ നിൽക്കുന്നില്ലേ? ഓ, പെണ്ണുകാണൽ ചടങ്ങൊക്കെ ഒരു വഴിക്കങ്ങ് നടക്കുമെന്നേ. എന്റെ ജോലി അങ്ങനെയൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല. ഏട്ടനെ പോലെ ആപ്പ ഗുമസ്തപ്പണിയൊന്നും അല്ല. ലക്ഷങ്ങൾ മുടക്കി റിസ്ക് എടുത്ത് ചെയ്യുന്ന ബിസിനസ്സാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.